ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചാണ്. അതിഥിയായിരിക്കുന്നത് പ്രശസ്ത ഫെങ്ഷുയി മാസ്റ്റർ ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. സർ, നമ്മൾ പ്രവാസികളെ കുറിച്ചാണ് ബ്രേക്കിന് മുമ്പ് പറഞ്ഞത്. പ്രവാസി ജീവിതം നയിക്കുന്നവർ, അതായത് ഈ നാട്ടിൽ നല്ല വാസ്തുശാസ്ത്രപരമായി വാസ്തുശാസ്ത്രം അനുസരിച്ച് വിളിച്ചേരി. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ഒത്തിരി മലയാളി ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും അവിടുത്തെ ഷാർച്ചി എന്ന് പറയുന്ന കില്ലിംഗ് ചെയ്യെല്ലാം നമ്മൾ ഒഴിയ ബാധകളെല്ലാം നമ്മൾ പുറത്താക്കി അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹവും വിദ്യാഭ്യാസവും സാമ്പത്തിക അഭിവൃദ്ധിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീടിനെ ജീവനുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഫെങ്ഷുയി എന്ന് പറയുന്ന ഊർജ്ജ പ്രവാഹത്തെ നമ്മുടെ വീടിനകത്തോട്ട് അനായാസം കടന്നു വരാനുള്ള ഒരു വഴി ഒരുക്കിക്കൊണ്ട് അതാണ് ഒരു ഫെങ്ഷുയി കൺസൾട്ടന്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം വളരെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ, അതായത് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതൊരു പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിക്കാൻ ഫെങ്ഷുയി വെല്ലാൻ വേറെ ഒന്നുമില്ല. ഫെങ്ഷുയി എന്ന് പറയുന്ന ശാസ്ത്രം സത്യം അതാണ്. ഈ ജനങ്ങളെല്ലാം ഫെങ്ഷുയി എന്ന് പറയുന്ന ശാസ്ത്രത്തെ അംഗീകരിക്കാനുള്ള കാരണം. നമുക്ക് ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? വിലാസിനിയാണ്, പാലായിന്നാണേ. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. സാറേ, എന്റെ വസ്തു ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ വിൽക്കാൻ സാധിക്കാതെ കിടക്കുകയാണ്. അത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ആദ്യമേ പറഞ്ഞു ആ കാര്യം. നിങ്ങൾ ആ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വസ്തു വിൽക്കേണ്ട കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. കുറച്ച് മുമ്പ് പ്രോഗ്രാം കേട്ടിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വരുന്നുണ്ട്. നമ്പർ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിന്റെ ആ തുടക്കം കേട്ടില്ല എന്ന് തോന്നുന്നു. സാർ, നമുക്ക് നമ്മുടെ ജീവിതത്തില്, ഒരാളിന്റെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് ഒരു വാസ്തുശാസ്ത്രപരമായ വീട്ടിൽ താമസിക്കാത്തത് കൊണ്ടായിരിക്കുമോ? വാസ്തുശാസ്ത്രം അനുസരിച്ച് വെച്ച വീട്ടില. അതായത് ഈ കഴിഞ്ഞ മാസം ഞാൻ പോയത് മലബാർ ഭാഗത്തായിരുന്നു. മലബാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ ഭാഗത്തും പോയിരുന്നു. അപ്പൊ ശരി, ഏറ്റവും കൂടുതൽ മന്ത്രവാദവും ആഭിചാര കർമ്മങ്ങളൊക്കെ നടക്കുന്നത് വടക്കോട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ ഒരു പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച പണ്ടത്തെ ബ്രാഹ്മണ കുടുംബങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടല്ല, ക്ഷയിച്ചു പോയ കുടുംബങ്ങളും കാര്യങ്ങളും അവരൊക്കെ ഇത് കാണാനുള്ള ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ഒരു ആകാംക്ഷ എന്നിലുണ്ടായി. അപ്പൊ ഞാൻ എന്തായാലും അടയ്ക്ക കൃഷിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആ അടയ്ക്ക വളഞ്ഞു പോകുന്ന ആ വഴി കൂടെ ഇങ്ങനെ സഞ്ചരിച്ച വഴികൾ ഇങ്ങനെ ചോദിച്ച് നമുക്ക് ഇതിലേക്ക് വരെ ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഇത് കൊട്ടാരക്കരയെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആരാണ്? ഇന്ദുലേഖ. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. പറയൂ. സാർ, ഞങ്ങളുടെ ബാത്റൂം വന്നത് കന്നിമൂലക്കാണേ. അപ്പൊ അത് മാറ്റാനായിട്ട് മറ്റോ സ്ഥലവും ഇല്ല. അപ്പൊ ഇതിന് ചൈനീസ് വാസ്തുവില് പറയുന്ന റെമഡി എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ വിവാഹം കഴിയുമ്പോൾ കുട്ടികളുണ്ടോ? ഉണ്ട്, 2 കുട്ടികളുണ്ട്. എത്ര വയസ്സായി? മൂത്ത ആൾക്ക് 6 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 1 വയസ്സാവാറായി. ഓക്കെ, അത് ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമുക്ക് ഭാവിയിലത്തെ കാര്യം ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യും, കേട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ റെമഡി എന്നുള്ള രേഖയിൽ നമുക്ക് അതിനകത്ത് ആ ടോയ്ലറ്റിനകത്ത് ഒരു യെല്ലോ ലൈറ്റ്, സിൽവർ ലൈറ്റും ഒരു പാത്രം കല്ലുപ്പും, ഒന്നുകിൽ ഒരു പാത്രം കല്ലുപ്പ് അല്ലെങ്കിൽ ഒരു ഇല്ലിച്ചെടി, മുളച്ചെടി ഉണ്ടല്ലോ, മുളത്തേക്ക് ചൈനീസ് ബാമ്പുവും മണി പ്ലാന്റ് വെക്കാൻ പാടില്ല. അല്ലാതെ ഇൻഡോർ അകത്ത് വെക്കുന്ന ചെടികൾ ഏതെങ്കിലും കിട്ടുമെങ്കിൽ ഒരെണ്ണം വാങ്ങി വെച്ചേക്ക്. കൂടുതലായിട്ട് അതകത്ത് വെക്കണം. കൂടുതലായിട്ട് വിശദീകരിക്കാൻ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. സമയക്കുറവുണ്ട്. വിളിച്ചതിന് വളരെയധികം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പെരിന്തൽമണ്ണയിലെ. അപ്പൊ ഈ പെരിന്തൽമണ്ണയിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ ഇങ്ങനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ എന്നെ കാത്തു നിൽക്കുക, എന്നെ ഈ ടി വിയിൽ കൂടെ കണ്ടിട്ട് ഇപ്പൊ ആൾക്കാർക്കെല്ലാം അറിയാം വരുന്നുണ്ടെന്ന്. പക്ഷെ എന്നെ കാത്തു നിൽക്കുന്ന ആളിനെ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് കൂടെ ഉണ്ട്. അത് ഊഹാഭോഗങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഉണ്ട്. അപ്പൊ അതിനകത്ത് വെച്ച് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ കണ്ടുപിടിച്ചു. നിസ്കാരത്തഴമ്പുള്ള സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ മുഖമുള്ള ഒരു മനുഷ്യൻ. ചില മനുഷ്യർക്ക് മുഖത്തിന് ഭയങ്കര ചൈതന്യമായിരിക്കും. ക്ഷേത്രങ്ങളിലെ പൂജാരികൾക്ക്, പള്ളിയിലെ അച്ഛന്, ശരിക്കും എല്ലാ സമയത്തും നിസ്കരിക്കുന്ന ആൾക്കാർക്കെല്ലാം നല്ല ഒരു ചൈതന്യ മുഖത്തുണ്ടാവും. അവരെ കണ്ടാൽ നമ്മൾ ബഹുമാനിച്ചു പോകും. വെളുത്ത് നല്ല സുമുഖനായ ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്നെ വീട്ടിലോട്ട് കാറിനകത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് സാധാരണ വടക്കോട്ടുള്ള ഈ ഫാമിലിയിലുള്ള സ്ത്രീകളൊന്നും പുറത്തിറങ്ങുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു. പക്ഷെ അതൊരു വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ ആയിരുന്നു അദ്ദേഹത്തിന്റെ വൈഫ് എന്ന് പറയുന്നത്. അവർ പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയും, സാറേ നമുക്ക് നല്ല ബിസിനസ്സാണ്, ബസ് സർവീസ് ഉണ്ട്,
ഒരുപാട് ചുരുക്കി പറയാം, ഒരുപാട് ശത്രുദോഷങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു, ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് അവരുടെ മനസ്സിൽ തോന്നൽ. സത്യം പറഞ്ഞ ഫെങ്ഷുയി എന്ന് പറയുന്നത്, ഫെങ്ഷുയിൽ ഐച്ചിങ് ജ്യോതിഷവും മന്ത്രവാദവും ഒക്കെ ഉണ്ട്. അപ്പൊ മന്ത്രവാദത്തിലോട്ട് കടക്കാൻ എനിക്ക് താല്പര്യമില്ല, നമ്മളാരും കടക്കുന്നുമില്ല. പക്ഷെ ഐച്ചിങ് ജ്യോതിഷവും എല്ലാം സത്യമാണ്. അപ്പൊ അവർ പറഞ്ഞു ഇവിടെ എന്തോ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പെൻഡുലവും ടൗസിംഗ് റാഡും ഉണ്ട്, പെൻഡുലം ഉണ്ട്, ലേച്ചർ ആന്റിനും ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ സഹായത്താൽ നെഗറ്റീവ് എനർജി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സമ്പ്രദായമുണ്ട്, വർഷങ്ങളായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചു എന്നൊരു കാര്യം ഒരു പരീക്ഷണാർത്ഥം നമുക്ക് പെൻഡുലം വെച്ചിട്ട് അവിടെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ പെൻഡുലവുമായിട്ട് വീടിന് 4 ചുറ്റും നടന്നപ്പോൾ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് പെൻഡുലം വലതോട്ട് കറങ്ങുന്നതിന് പകരം ഇടതോട്ട് കറങ്ങിയാൽ അത് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ സ്ഥലത്ത് ഞാൻ പറഞ്ഞു വെറുതെയെങ്കിലും സമയം ഉണ്ടായിരുന്നപ്പോൾ വൈകുന്നേരം ആയി അടുത്ത വീട്ടിൽ പോകാൻ കഴിയത്തില്ല, ഒന്ന് മണ്ണ് മാന്തി നോക്കിയപ്പോൾ ഒരു 1,000 രൂപ അവിടെ നിന്ന് കിട്ടി. അപ്പൊ അത് എന്തിനു വേണ്ടിയാണോ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് അതിനെ പറ്റി ഒന്നും കൂടുതൽ അറിയില്ല. എന്തായാലും വീടിന് പുറത്ത് വീടിന് ചുറ്റും ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു 1,000 രൂപ കിട്ടി. ആ 1,000 രൂപത്തിനടുത്ത് ഞാൻ പറഞ്ഞ ഒഴുകുന്ന ശുദ്ധമായ വെള്ളത്തിൽ ഒഴുക്കി വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ അവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാനുള്ള കാരണങ്ങൾ വേറെ ആയിരുന്നു. കാരണം എവിടെയാണോ കിണർ വരാൻ പാടില്ലാത്തത് ആ സ്ഥലത്തായിരുന്നു അവിടെ കിണർ വന്നത്. അപ്പൊ സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ ആ നഷ്ടങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത മകളുടെ വിവാഹത്തിലും ബന്ധങ്ങളിലും പ്രശ്നമുണ്ട്. അപ്പൊ റിലേഷന്റെ ബന്ധങ്ങളുടെ സ്ഥാനവും സമ്പത്തിന്റെ ശേഖരിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ വന്ന് ശേഖരിക്കപ്പെടുന്ന സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇത് വന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം. അപ്പൊ ഇവിടുത്തെ കറക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 കിലോമീറ്റർ അപ്പുറമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് ഓയിൽ കമ്പനി തേങ്ങയായിട്ട്. അപ്പൊ തേങ്ങയായിട്ട് ഞാൻ പറയും സാധാരണ ആയിരിക്കും, അങ്ങനെയൊന്നുമില്ല, ഒരുപാട് മെഷീനറികൾ കാര്യങ്ങളുള്ള നല്ലൊരു 50 സെന്റിനകത്ത് നിൽക്കുന്ന ഒരു ഫാക്ടറി. നമുക്ക് അതിലേക്ക് വരാം. ഒരു കോൾ വീണ്ടും ഹോൾഡ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇതിന്റെ ഒരു ദോഷത്തെ കുറിച്ച് ചോദിക്കാനാണ്. ആരാണ്? ഞാൻ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴന്നാ. ഓക്കെ, സാറിനോട് സംസാരിക്കും. പിന്നെ ഹലോ, പറഞ്ഞോളൂ. അനിയെന്നാണ് പേര്. പറഞ്ഞോളൂ. അപ്പൊ വീട് വെച്ചിട്ട് 6 വർഷത്തോളം ആയി. അപ്പൊ നമ്മുടെ വാതില് ഗേറ്റ് ഇട്ടിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറാ. പിന്നെ അതിന്റെ പടിഞ്ഞാറ് മൂലയ്ക്ക് ഒരു കാവുണ്ട്. അപ്പൊ കാവ് നമ്മുടെ അല്ല, വേറെ അടുത്ത വീട്ടുകാരുടെയാ. അങ്ങനെ ആ കാവിന് 1/2 സെന്റ് ഇട്ടോണ്ടാണ് നമ്മൾ മതില് കെട്ടിയേക്കുന്നത്. പിന്നെ ഒരു കുളമുണ്ട് സൈഡില്. കുളവും നമ്മുടെ അല്ല, അടുത്ത വീട്ടിലെ. അപ്പൊ കുളത്തിന്റെ സൈഡൊന്നും നമ്മള് വേർതിരിച്ചിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ ദോഷമുണ്ട്. പിന്നെ വെള്ളിയാഴ്ചയായിട്ട് എന്റെ നാളിലാ കല്ലിട്ടത്, വീടിന് കാർത്തിക നാളിന് ഞാൻ തന്നെ കല്ലിട്ടത്. അപ്പൊ വീടിന് ദോഷമുണ്ടെന്നാ പറയുന്നത്. കല്ലിടേണ്ടത് നിങ്ങളല്ലല്ലോ കല്ലിടേണ്ട രീതി അങ്ങനെ അല്ലല്ലോ. ആയിക്കോട്ടെ, ഈ സർപ്പക്കാവ് ഉണ്ടെന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ ചെല്ലപ്പോഴത്തേക്ക് ഒരുപാട് സർപ്പക്കാവുകളുണ്ട്. കായംകുളത്തും ആലപ്പുഴയും ചെല്ലപ്പോഴത്തേക്ക് മതിൽക്കെട്ടുകളില്ലാത്ത മണൽ നിറഞ്ഞ മതിൽക്കെട്ടില്ലാത്ത നിരന്നു കിടക്കുന്ന ഭൂമിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആയില്യം നക്ഷത്രം ഉള്ളതും ആലപ്പുഴ ജില്ലയിലാണ്. അത് എങ്ങനെയാ സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സർപ്പക്കാവ് നിൽക്കുന്നത് അതിൽ ഒരുപാട്. ഇപ്പൊ ഞാനിപ്പോ ഒരു പാലക്കാട് പോരുന്നപ്പോഴത്തേക്ക് അവിടെ സർപ്പദോഷം കൊണ്ട് വിവാഹം കഴിയാത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ തെക്ക് പടിഞ്ഞാറ് വശം, ഇപ്പൊ ഈ തെക്ക് പടിഞ്ഞാറത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഇവരുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന തെക്ക് പടിഞ്ഞാറ് വശത്താണ് ഇവരുടെ ഗേറ്റ് നിൽക്കുന്നത്. എല്ലാം വരികയും അതുപോലെ കൈവിട്ട് പോകുന്ന ഒരു അനുഭവമാണ് ഇവരുടെ വീട്ടിലുള്ളത്. അങ്ങനെയാണോ? ഹലോ, അങ്ങനെയൊക്കെയാണോ? ഈ പറഞ്ഞ പോലെയാണോ? അങ്ങനെ തന്നെ എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കാവ് അവിടെ നിൽക്കട്ടെ. കാവിനെ നമ്മൾ വെട്ടി നശിപ്പിക്കേണ്ടതില്ല, കാവിനെ സംരക്ഷിക്കുക തന്നെ വേണം. പക്ഷെ നമ്മൾ കാവിൽ എന്താണോ ചെയ്യേണ്ടത് നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കൂ. പക്ഷെ ആ കാവും നമ്മുടെ വീടിന്റെ മതിലും തമ്മിൽ അതിർത്തികൾ രണ്ടായിരിക്കണം. എന്നിട്ട് കന്നിമൂലയിലുള്ള ഗേറ്റിനെ കെട്ടിയടച്ചതിന് ശേഷം അടുത്ത സൈഡിലോട്ട് നമ്മളെ ഗേറ്റ് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഫെങ്ഷുയിലാണെന്നുണ്ടെങ്കിൽ ഫെങ്ഷുയുടെ കടാക്ഷം അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജീവനുള്ള വീടാക്കി മാറ്റാൻ നമുക്ക് കഴിയുകയും ചെയ്യും. കൂടുതൽ സംസാരിക്കണമെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി, സമയം പരിമിതി ഉണ്ട്. ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി സാർ. നമുക്ക് സമയം പൂർണ്ണമായി. ഇപ്പൊ നമ്മളെ ഫാക്ടറിയെ കുറിച്ച് പറഞ്ഞ അടുത്ത എപ്പിസോഡിൽ അതിന്റെ ബാക്കി പറയായിരിക്കും അല്ലെ? ഇനിയിപ്പോ അതേ തരുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി. ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി എത്താൻ നന്ദി, നമസ്കാരം.